ഇന്നാര് മുഖാന്തരം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, അവർ മുഖാന്തരം എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഈ സ്ഥാപനം മുഖാന്തരം, അല്ലെ മറ്റേ സ്ഥാപനം മുഖാന്തരം. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തെയോ ആരെങ്കിലും ചൂണ്ടിട്ട് പറയും, ഇന്ന സാഹചര്യങ്ങൾ മുഖാന്തരം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. യഥാർത്ഥമായിട്ട് അതൊരു വാഴുന്ന അവസ്ഥയല്ല, റൂളിങ്ങും റെയിനിങ്ങും അല്ല. വാഴുവാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? എല്ലാത്തിനും മേലും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. തീർച്ചയായിട്ടും നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കും ദൈവം നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയായിരിക്കാം ദൈവം സാത്താന് കുറച്ചൊരു അവസരം കൊടുത്തേക്കുന്നത്. കാരണം സാത്താൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതം അല്ല, ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടാണ്. എന്തൊക്കെ ദൈവത്തിന് പ്ലാനോ, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം എന്തൊക്കെയുണ്ടോ, സാത്താന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രിഡിക്റ്റബിൾ ആണ്. അപ്പൊ ദൈവം വചനത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ദൈവം പറയുന്നത്, ഞാൻ എന്തു ചെയ്യാനാ, സാത്താൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ സൃഷ്ടിച്ചതെല്ലാം നശിപ്പിച്ചത് കണ്ടോ കിടക്കുന്നുണ്ടല്ലോ? എവിടെയെങ്കിലും ദൈവം കംപ്ലൈന്റ് പറയുന്നത് കേട്ടുണ്ടോ? അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ വചനത്തിൽ എവിടെയെങ്കിലും കംപ്ലൈന്റ് പറയുന്നത്? ഞാൻ എല്ലാം നല്ലതായിട്ട് സൃഷ്ടിച്ചു, എല്ലാം മനോഹരമായിട്ട് സൃഷ്ടിച്ചു, ആദനും ഹവ്വയും സൃഷ്ടിച്ചു, എന്നാലും കണ്ടില്ലയോ സാത്താൻ ചെയ്യുന്ന വെച്ച മറുപടി? തീർച്ചയായിട്ടും സാത്താൻ ചെയ്ത പ്രവൃത്തി മനസ്സിലാക്കി, അത് റെക്കഗ്നൈസ് ചെയ്തു, അതിനെന്ത് ചെയ്തു? കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല, അതിനൊരു പരിഹാരം വരുത്തി. തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ച്, ഭൂമിയിലോട്ട് അയച്ച് എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനും പാപമോചനത്തിനു വേണ്ടിയും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒന്നുകൂടെ നമ്മളെ മടക്കി കൊണ്ടുവരാൻ, ദൈവത്തിന്റെ ആ ഒരു സാദൃശ്യം, ആ ഇമേജ്, നമുക്കറിയാം കണ്ണാടിക്കകത്ത് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഇമേജ് കാണുന്നുണ്ട്, അല്ലേ? എന്നാലും ആ കണ്ണാടി പൊട്ടിച്ചാലോ? കണ്ണാടി തറയിട്ട് പൊട്ടിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് അടിച്ച് പൊട്ടിച്ചാൽ നമ്മളത് പിന്നെ പീസായിട്ട് ഒരുമിച്ച് വെക്കാൻ നമുക്ക് ശ്രമിക്കാം. വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ എല്ലാം വെച്ച് ഒട്ടിച്ച് ഒരുമിച്ചാക്കാനൊക്കെ ശ്രമിക്കാം. പിന്നെ അത് റിഫ്ലക്ഷൻ കാണുമോ? പിന്നെ കണ്ടാൽ നമ്മളെ പോലൊന്നും അല്ല. പിന്നെ കാണുന്നത് ഏതാണ്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു ഇമേജ്, കണ്ണ് അങ്ങോട്ടിരിക്കും, മൂക്ക് അങ്ങോട്ടിരിക്കും, എല്ലാം ഒരു വല്ലാത്തൊരു രൂപമായിരിക്കും കാണാൻ പോകുന്നത്. അതേപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ പ്ലാൻ ഇതായിരുന്നു. കണ്ണാടിക്കകത്ത് അല്ലെ നമ്മളെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ താല്പര്യം, ദൈവത്തിന്റെ ഇമേജ് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മുഖത്ത്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനോഭാവത്തില്, നമ്മുടെ വികാരത്തില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ എല്ലാ കാര്യത്തിലും ദൈവം നമ്മളെ നോക്കുമ്പോൾ എന്നെ പോലെ ഇരിക്കുന്നു, എന്നെ പോലുള്ള പ്രവൃത്തി, എന്നെ പോലുള്ള എല്ലാം ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ എന്ത് ചെയ്തു? പാപം മുഖാന്തരം ആ ഇമേജ് ഷാറ്റേഡ് ആയിപ്പോയി, തറ ഇട്ട് പൊട്ടിയതുപോലെ അത് നശിച്ചു പോയി. പിന്നെ മനുഷ്യരെന്ത് ചെയ്തു? ഒട്ടിച്ചു വെക്കാൻ നോക്കി, സൂപ്പുകളും കൊണ്ടൊക്കെ ആ ഇമേജ് ഒട്ടിച്ചു വെച്ച് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മുടെ ജീവിതം ചിന്തിച്ചു വയ്ക്കാം. നമ്മുടെ എത്ര പേരുടെ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കുന്നു, എങ്ങനെയെങ്കിലും തട്ടുമുട്ടി അങ്ങ് പോകണം, അല്ലേ? എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ ചിലരുണ്ട് ലിറ്ററലി അവർ പറയും, മരണം കാത്തിരിക്കുക, എന്നാ ഇതൊന്ന് അവസാനിക്കുന്നത്, അത് കാത്തിരിക്കുക. അതൊരു യാഥാർത്ഥ്യം. ഇപ്പം ആരെ മെറലി ഉണ്ടാനോ കുറ്റം പറയാനോ നമ്മൾ ചില കാര്യം ഒന്ന് മനസ്സിലാക്കണം, അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മൾ ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു പോയാൽ അതും ഡിനായലുമാണ്, അല്ലേ? ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ അങ്ങ് പോവാ, ഒന്നും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ പോലെ, അതും ഒക്കത്തില്ല. അപ്പം ദൈവം നോക്കിയപ്പോൾ ആ ഇമേജ് എന്ത് ചെയ്തു? ഷാറ്റേഡ് ആയിപ്പോയി, അത് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അതിൻ്റെ ദൈവം സൃഷ്ടിച്ച ആ രൂപത്തിലല്ലാതായിപ്പോയി. അതിനുള്ള പരിഹാരമാണ് ദൈവം ചെയ്തത്. അതിന് ദൈവം കംപ്ലൈന്റ് പറഞ്ഞൊന്നുമില്ല. ദൈവം എന്ത് ചെയ്തു? ഒരു പരിഹാരം, ആ പ്രോബ്ലം മനസ്സിലാക്കി, അത് റെക്കഗ്നൈസ് ചെയ്തു, അതിനുവേണ്ടി ഒരു പരിഹാരം ദൈവം ഒരുക്കി. തൻ്റെ ഏകജാതനായ പുത്രനെ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നു? ശ്രദ്ധിച്ചോണേ,
ഇനിയും കേട്ടോ, ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്, ഇനിയും നമ്മളെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു ഇമേജ് അവിടെ കാണണം. എവിടെ കാണണം? നമ്മുടെ മുഖത്ത് കാണണം, നമ്മുടെ ജീവിതത്തിൽ കാണണം, നമ്മുടെ പ്രവൃത്തിയിൽ കാണണം, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളിൽ കാണണം, നമ്മുടെ ഇഷ്ടങ്ങളിൽ കാണണം, നമ്മുടെ ബന്ധങ്ങളിൽ കാണണം. എല്ലാ രീതിയിലും ദൈവത്തിന്റെ സാദൃശ്യം കാണാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണേ. നമുക്ക് നമ്മുടെ let us make man in our image, നമുക്ക് സൃഷ്ടിക്കാം, ഒരുമിച്ച് വാഴുന്ന ഒരവസ്ഥ. മിക്കവാറും ഇത് പല വേദപണ്ഡിതന്മാർക്ക് പല പല അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് തൃത്വത്തെ ആയിരിക്കാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള നിലയിൽ വേറെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് തൃത്വത്തിന്റെ ആയിരിക്കാം ഒരു സാധ്യത, ഏറ്റവും കൂടുതൽ സാധ്യത അതാണ്. ഒരു കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചു. കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചിട്ട് അവർക്ക് വാഴാനുള്ള അധികാരം കൊടുത്തു. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ദൈവം തൃത്വത്തിൽ ഒരുമിച്ച് ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ പദ്ധതി ഒരുമിച്ച് ചെയ്യുന്നു. പിതാവ് ഒരു വഴിയെ പോയി, പുത്രൻ വേറെ ഒരു വഴിയെ തന്റെ ഇഷ്ടം ചെയ്തു, പരിശുദ്ധാത്മാവ് വേറെ എന്തെങ്കിലും ചെയ്തു. അങ്ങനെ ഒരിക്കലും നമ്മൾ കാണുന്നില്ല. യേശു ക്രിസ്തു വളരെ ക്ലിയറായിട്ട് പറഞ്ഞല്ലോ. പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിതാവിനെ കണ്ടു. ഞാൻ പിതാവിൽ, പിതാവ് എന്നിൽ, അതേപോലെ നിങ്ങളും എന്നിലായിരിക്കണം. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം പോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ബന്ധമായിരിക്കണം. ഒരു പർപ്പസ്, ഒരു ഉദ്ദേശത്തോട്, ഏത് രീതിയിലാണേലും ഒരു പർപ്പസോട്. പലപ്പോഴും കുടുംബജീവിതത്തിൽ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഏത് ബന്ധങ്ങളിലാണേലും, ഈ സഭയിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്നിടത്ത്. ഇന്ന് നമ്മൾ പറയുന്നത് കുടുംബജീവിതത്തിലാണ് അല്ലേ. ഒരു കുടുംബത്തിലാണേലും അപ്പനും അമ്മയും മക്കളും ഒക്കെ കാണും, അഭിപ്രായങ്ങൾ വ്യത്യാസം കാണും. എന്നാലും പർപ്പസ് ഒന്നായിരിക്കണം. പർപ്പസ് ഒന്നായിരിക്കണം. എന്നാലും പലപ്പോഴും ഈ വിവാഹ ബന്ധത്തിലോട്ട് ആൾക്കാർ പോകുമ്പോൾ വരുന്ന പ്രശ്നം ഇതാണ്. അവർ പർപ്പസിന്റെ ആരും ചിന്തിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പർപ്പസ്, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഉദ്ദേശം ഒരേപോലെ ആയിരിക്കത്തില്ല. കാരണം വിവാഹം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? പല പല ഓരോരുത്തരോട് ചോദിക്കുമ്പം പല പല അഭിപ്രായങ്ങളാകും അല്ലേ. പല കാരണങ്ങളാലാണ്. ചിലര് ഒരു കൺവീനിയൻസിന് വേണ്ടി വിവാഹം കഴിക്കും. പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 70-80 വർഷം മുമ്പേ ഒക്കെയുള്ള വീട്ടില് പണിക്ക് സഹായത്തിന് ആരെങ്കിലും വേണം, ഇന്നാലെ വിവാഹം കഴിപ്പിക്കാം, അപ്പം അവൻ്റെ ഭാര്യ കാണുമല്ലോ വീട്ടിലെന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടി. ഞാൻ കേട്ടുള്ളതാ. അത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കും, ഒരു വല്ലാത്ത ഒരു ചിന്തയാണല്ലോ. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ കാര്യം അറിയുന്നത് കേട്ടോ. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൺവീനിയൻസിന് വേണ്ടി ചിലർ പറയും 2 വരുമാനം വേണമല്ലോ ജീവിക്കാൻ, എന്നാ ഒന്ന് വിവാഹം കഴിച്ചേക്കാം. ചിലർ ഫാമിലി സ്റ്റാറ്റസ് ഉദ്ദേശിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പയ്യന് ഓക്കെ ഫാമിലിയുടെ സ്റ്റാറ്റസ് എങ്ങനെയുണ്ട്, ഇതൊന്നും നോക്കണ്ടെന്നല്ല. എന്നാലും പലർക്കും ഇത് മാത്രമാണ് അതിന്റെ ബേസിസ്, ഫാമിലി സ്റ്റാറ്റസ്. അല്ലെങ്കിൽ അവർക്ക് പണം എത്ര ഉണ്ട്, അവര് സമൂഹത്തിൽ അവരുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, സൗന്ദര്യം നോക്കുന്നുണ്ട്. പല രീതിയിൽ പല പല കാരണങ്ങളാൽ വിവാഹം കഴിക്കുന്നു. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ നല്ല കാര്യമാണ്. എന്നാലും ഉദ്ദേശം എന്തുവാ, ജീവിതത്തിന്റെ പർപ്പസ് എന്തുവാ? പ്രത്യേകിച്ച് വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യേ ഇനിയുണ്ട്. നിങ്ങളും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തുവാ, ലക്ഷ്യം എന്തുവാ, പർപ്പസ് എന്തുവാ? 10 വർഷം 20 വർഷം 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, അതെന്തുവാ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? വേറെ ഒന്നും നടന്നില്ലെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒന്നും നടന്നില്ലെങ്കിൽ എന്തുവാ ഒരു കാര്യം അത്യാവശ്യമായിരിക്കുന്നത്? നമുക്കറിയാം, ജീവിതം
ജീവിതമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യവും നടക്കത്തില്ല. ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചാൽ നടന്നില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് അത്യാവശ്യമായിട്ട് നടന്നിരിക്കണം. അതായിരിക്കണം നമ്മുടെ പർപ്പസ്. അപ്പോഴാദ്യം ദൈവത്തിന്റെ പ്ലാൻ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും is to reflect his image. ദൈവത്തിന്റെ ആ സാദൃശ്യത്തിൽ സൃഷ്ടിക്കാൻ. അതിൻ്റെ തുടക്കം പർപ്പസ് ആയിരിക്കണം, ഉദ്ദേശമായിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ശരി, അത് നമ്മൾ മനസ്സിലാക്കുക. ചിലത് ചേഞ്ച് ചെയ്യാൻ ഒക്കുന്നത് ചിലത് ചേഞ്ച് ചെയ്യാൻ ഒക്കാത്ത പലതും കാണും. അത് വിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് സ്നേഹത്തോട് തന്നെ ഓരോന്നും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കും. രണ്ടാമത്, ഗോഡ്സ് പ്ലാൻ ഫോർ മാരേജ് ഇസ് ടു റേസ് ഗോഡ്ലി ചിൽഡ്രൻ. ഗോഡ്ലി ദൈവികമായ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ദൈവഭയത്തിൽ വളർത്താൻ വേണ്ടി ഉള്ള കുഞ്ഞുങ്ങൾ. ഉൽപ്പത്തി 1:28 നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. അപ്പൊ സന്താന പുഷ്ടിയായി തീരുവാന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ പോലുള്ള രീതിയാണെന്ന് തോന്നുന്നില്ല. ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ. സന്താന പുഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ പലരും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പം തെറ്റാ, ശരിയല്ല, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം അല്ല. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക, ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. ദൈവത്തിൻ്റെ പ്ലാന് അതല്ലായിരുന്നു. അപ്പോൾ പറയോ അത് ജനസംഖ്യ ഒത്തിരിയാണ്. ആക്ച്വലി ലോകത്തിൽ ജനസംഖ്യയുടെ ഒരു പ്രോബ്ലം ഉണ്ടോ? ഒരു പോപ്പുലേഷൻ പ്രോബ്ലം ഉണ്ടോ? ആക്ച്വലി പോപ്പുലേഷൻ പ്രോബ്ലം ഇല്ല. എത്രയോ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നെന്ന് അറിയാമോ? ആരും താമസിക്കാനില്ല, ആരും ഉപയോഗിക്കാനില്ലാതെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷൻ പ്രോബ്ലം അല്ല, നമുക്കുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? അർബനൈസേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെല്ലാവരും ചിതറി പാർക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഒരുമിച്ച്. ബാബേൽ ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും പട്ടണങ്ങളിലോട്ട് ഓടിപ്പോകും. എല്ലാവരും ഓടി പട്ടണങ്ങളിലോട്ട്. അവസരങ്ങൾ കൂടുതലാണ്, നല്ല നല്ല അവസരങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് പട്ടണങ്ങളിലോട്ട് പോകും. പട്ടണങ്ങളിൽ പോകുമ്പോൾ പ്രശ്നം എന്തുവാ? അവിടെ എപ്പോഴേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ പോപ്പുലേഷൻ കൂടുന്നു, താമസിക്കാൻ ഇടമില്ല, വണ്ടി ഓടിക്കാൻ ഇടമില്ല, പല പല പ്രശ്നങ്ങൾ, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുക. അപ്പൊ നമുക്ക് ജനസംഖ്യയുടെ ഒരു പ്രോബ്ലം അല്ല ഉള്ളത് ഈ ഭൂമിയിൽ. യഥാർത്ഥമായിട്ടൊരു അർബനൈസേഷൻ പ്രോബ്ലമാണ്. ഈ പട്ടണങ്ങൾ അങ്ങ് വളർന്ന് ആ ഒരു ഇട്ടവട്ടത്തിൽ ഒത്തിരി ജനങ്ങൾ, അതൊരു പ്രയാസം, അതൊരു പ്രശ്നം. ദൈവത്തിൻ്റെ പ്ലാൻ ഈ ഭൂമിയിലെല്ലാം ജനങ്ങൾ പാർക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അതിന് പകരം ഒറ്റ ഒരു സ്ഥലത്ത് ആയിരിക്കുന്നത് വലിയൊരു പ്രോബ്ലമാണത്. മലാക്കിയുടെ പുസ്തകം 2:15 നമുക്ക് നോക്കാം. മലാക്കിയുടെ പുസ്തകം 2:15. എനിക്ക് ഒത്തിരി പാസേജ് തിരിച്ചും മറിച്ചും പോകാൻ എനിക്ക് ഇഷ്ടമില്ല. എന്നാലും ഈ ഒരു പലപ്പോഴും എനിക്ക് ഒരു പാസേജിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. എന്നാലും ഇത് അത്യാവശ്യമായതുകൊണ്ട് മാത്രം നോക്കാം. മലാക്കി 2:15. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ, തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഓക്കെ, 2 കാര്യം. ഇത് ആക്ച്വലി ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് ബിക്കോസ് ഹി വാസ് സീക്കിംഗ് ഗോഡ്ലി ഓഫ് സ്പ്രിംഗ്. ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവർ അന്വേഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവർ അന്വേഷിച്ചു. He was seeking godly offspring. See, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഒരു അപ്പനും അമ്മയും ഒരു കുടുംബത്തിൽ വേണമെന്ന് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നു. അപ്പം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നല്ലോ, അല്ലയോ? ആന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും ഈ ഒരു ബേസിക് വളരെ നമ്മൾ ഇത്രയും വർഷങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന
ദൈവവചനത്തിൽ കാണുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം, ഒരു അപ്പനും അമ്മയും ഒരു പുരുഷനും സ്ത്രീയും കുഞ്ഞുങ്ങളും, അതാ കുടുംബം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ചാലഞ്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾക്ക് തന്നെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുമോ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു കുടുംബം ആവശ്യമില്ല, അപ്പനും അമ്മയും ആവശ്യമില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും അങ്ങനെ വേണമെന്നില്ല. 2 പുരുഷന്മാരാകാം, 2 സ്ത്രീകളാകാം. ഇങ്ങനെ പല പല ദൈവികമല്ലാത്ത, ദൈവവചനത്തിൽ ഇല്ലാത്ത പല പല അഭിപ്രായങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല, അങ്ങനത്തെ ചിന്തയല്ല ഇനിയും. പണ്ട് അങ്ങനെ ആയിരുന്നു, നമ്മൾ പറയാം അവിടെ ഇവിടെ ഓരോരുത്തർ അതും ഇതൊക്കെ ചിന്തിച്ചു, അതും ഇതൊക്കെ പറയുന്നു എന്ന് പറയാം. ഇന്ന് ഇങ്ങനെയുള്ള ചിന്താഗതി മെയിൻ സ്ട്രീമിൽ എത്തിയിരിക്കുക. മെയിൻ സ്ട്രീമിൽ എത്തിയിരിക്കുക എന്ന് മാത്രമല്ല, അതൊരു അക്സെപ്റ്റബിൾ ആയിട്ട് എത്തിയിരിക്കുക. അതിനോട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് കൂടെ എടുത്തോട്ടെ. അത് അക്സെപ്റ്റബിൾ ആണെന്ന് അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതാണ്ട് പ്രശ്നക്കാരാണ്. സമൂഹത്തിൽ നിങ്ങൾ ഒരു ചേർന്ന് പോകാനൊരു മനോഭാവം ഇല്ല. നിങ്ങൾ ഒത്തിരി ഫണ്ടമെന്റൽ ആണെന്ന്, ഭയങ്കര കടുംപിടുത്തം കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് ഒക്കെയുള്ള മനോഭാവത്തിലേക്ക് ഈ ലോകം വന്നിരിക്കുക. നമ്മുടെ ഇന്ത്യയിലും അത് വന്നിരിക്കുക. ആ പോക്ക് തന്നെ അതിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നതിന് കാരണം, നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ലായിരിക്കും. എന്നാലും ഓർത്തോടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുകയും ചില സൗണ്ടും ബഹളവും ഒക്കെ കേൾക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ലോകം ഇത് പ്രൈമറി ആകുന്ന ഒരു ലോകത്തിലോട്ടാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമായിട്ട് ഇത് പറയേണ്ടത്, നമ്മളിത് വിടാനൊക്കത്തില്ല. ദൈവവചനത്തിലുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും കുഞ്ഞുങ്ങളും ഒരു കുടുംബം, അല്ലേ? അപ്പം ഗോഡ്ലി ഓഫ്സ്പ്രിങ് എങ്ങനെ ഗോഡ്ലി ആയിത്തീരുന്നത്, കുഞ്ഞുങ്ങൾ എങ്ങനെ ഗോഡ്ലി, കുഞ്ഞുങ്ങൾ എങ്ങനെ ദൈവഹിതപ്രകാരമുള്ള കുഞ്ഞുങ്ങളായിത്തീരും? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ, ശ്രദ്ധിച്ചോണേ, ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ, അവസരങ്ങൾ ദൈവവചനം കേൾക്കാൻ, വായിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുന്ന പാട്ടുകൾ കേൾക്കാൻ, ഇതെല്ലാത്തിനും നമ്മൾ അവസരം കൊടുക്കണം. ആരാധനയ്ക്ക് വരാൻ അവസരം കൊടുക്കണം. കുഞ്ഞുങ്ങളെ കൂടിരുത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശനിയാഴ്ച തന്നെ വസ്ത്രം എല്ലാം റെഡിയാക്കി, നാളെ ആരാധനയാ, നമുക്ക് നാളെ ആരാധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഒരു വലിയ സംഭവം ആക്കണം ശനിയാഴ്ച തന്നെ. കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മനസ്സിലാക്കണം, ഈ ആരാധനയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പ്രാധാന്യമാണോ? അച്ഛനും അമ്മയും ഇത്രയും മെനക്കെടുന്നോ ശനിയാഴ്ച ഞായറാഴ്ചത്തേക്ക് കാര്യങ്ങൾ ഒരുക്കാൻ? ചിലപ്പോൾ ആഹാരത്തിൻ്റെ കാര്യമായിരിക്കാം, വസ്ത്രത്തിൻ്റെ കാര്യമായിരിക്കാം, വാഹനത്തിൻ്റെ കാര്യമായിരിക്കും. എല്ലാ കാര്യങ്ങളും ശനിയാഴ്ച തന്നെ ഒരുക്കിയെടുക്കുന്നത് കുഞ്ഞുങ്ങൾ ഒന്ന് കാണണം, അവരത് അനുഭവിക്കണം. അങ്ങനെ ആവുമ്പോഴേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇതൊരു പ്രാധാന്യമായി തീരും. ക്ഷമിക്കണം, ഞാനിത് ആവർത്തിക്കുന്നത്, സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കും. ആരാധനയ്ക്ക് നമുക്ക് സമയത്തിന് വരാൻ ഒക്കുന്നില്ല. ഇത് കുറ്റം പറയാൻ വേണ്ടിയല്ല, ഇതൊരു യാഥാർത്ഥ്യം പറയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ, അവര് ഓടിച്ചാടിയൊക്കെ കളിച്ചൊക്കെ നടക്കുമായിരിക്കും, എന്നാലും അവർ തലയിൽ നല്ല തലമുറ ദൈവം കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും വളരെ ബുദ്ധിയോട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ അവർ മനസ്സിലാക്കുന്ന നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ മനോഭാവമാണ്. അതെല്ലാം വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പ്രാക്ടീസ് ആക്കുക. ഉപവാസ പ്രാർത്ഥന മാസം 2 ദിവസമേ ഉള്ളൂ. മെനക്കെട്ട് വരണം. അത് ഈ ബുദ്ധിമുട്ടുണ്ട്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്, പല പല തടസ്സങ്ങളുണ്ട്. അതിന് മെനക്കെട്ടങ്ങ് വരണം. ആ വീട്ടിലെ ആ ഒരു കുടുംബം എല്ലാവരും ഫോൺ വിളിച്ച് വരണം എന്ന് പറഞ്ഞ് അതിന് അവസരം കൊടുക്കണ്ട. അത് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിനൊരിക്കലും അവസരം കൊടുക്കല്ലേ. നമ്മൾ പോകാൻ റെഡി ആയിരിക്കണം. ഉപവാസ പ്രാർത്ഥന അനൗൺസ് ചെയ്താൽ കാലണ്ടർ ഇട്ട് റെഡി ആയിരിക്കണം. എന്തിനാ? നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഗോഡ്ലി ചിൽഡ്രൻ. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇടപാടിൽ കുഞ്ഞുങ്ങൾ ഒരു ദൈവികമായിട്ടുള്ള അനുഭവം അവർക്ക് കിട്ടണം.
മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മളവരെ പഠിപ്പിക്കണം. മറ്റുള്ളവര് ഭവനത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കണം. കൊച്ചു പ്രായത്തിൽ വിളിച്ചിട്ട് അവരെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് അവരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാ നമ്മൾ നേരത്തെ തന്നെ അവർക്ക് നമ്മൾ ചില കാര്യങ്ങൾ പാത ഇട്ട് കൊടുക്കണം. പലപ്പോഴും പേരൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കല്ല ഹെൽപ്പ് ആവശ്യമുള്ളത്, പലപ്പോഴും പേരൻസിന് ഹെൽപ്പ് ആവശ്യമുള്ളത്. അവന് ഒന്നും കഴിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അതൊന്നും ചെയ്യത്തില്ല, എത്ര പറഞ്ഞിട്ട് കേൾക്കത്തില്ല. നമ്മളൊരു ഡിഫീറ്റിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ വാഴുവല്ല, ആ കുഞ്ഞാണ് വാഴുന്നത്, അല്ലെങ്കിൽ വേറെ അനുഭവങ്ങളാണ്, വലിയ സന്ദർഭങ്ങളാണ് വാഴുന്നത്. അതൊന്നും അങ്ങനൊന്നും ചെയ്യത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, നമ്മൾ ഈ പറയുന്ന എക്സ്ക്യൂസും നമ്മൾ ഈ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ഇതെല്ലാം അവർക്ക് വളമാണ്. വെജിറ്റബിൾ ഇഷ്ടമല്ല, ഇതിഷ്ടമല്ല, അത് കഴിക്കത്തില്ല, ഇത് കഴിക്കത്തില്ല, നമ്മൾ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേണ്ട, അതെടുത്ത് വെക്കാം, കുഞ്ഞെ നീ ഇതാ കഴിക്കാൻ പോകുന്നത്. മനസ്സിലായി? അപ്പനും അമ്മയെ തീരുമാനിക്കണ്ടേ, കുഞ്ഞുങ്ങളല്ല. അല്ല എനിക്ക് ഇത് വേണം, അത് വേണ്ട, ഇത് വേണ്ട, ഇത് കുഞ്ഞുങ്ങളല്ല തീരുമാനിക്കണം, പേരൻസ് അത് തീരുമാനിക്കണം. അതെന്തിന്? അവർക്കത് ഗുണമായി തീരും. ആഹാരത്തിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ വളരെ പ്രാധാന്യമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴുണ്ടല്ലോ, ശ്രദ്ധിച്ചോണേ, ആഹാരത്തിന് ഞാൻ ചുമ്മാ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കാം. ആഹാരത്തിന്റെ കാര്യത്തിൽ അപ്പനും അമ്മയ്ക്ക് ഒരു സേ ഇല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു സേ കാണത്തില്ല. ചിലപ്പോൾ അവരുടെ ജോലിയുടെ കാര്യമായിരിക്കാം, വിവാഹത്തിന്റെ കാര്യമായിരിക്കാം, പല ക്രിട്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ അവർ കേൾക്കത്തില്ല. അപ്പനും അമ്മയും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം, നിങ്ങൾ എന്തിനാ നോക്കാൻ പോകുന്നതായിരിക്കും ആ സമയത്ത് ചോദിക്കാൻ പോകുന്നത്. ആ സമയത്ത് ചിലപ്പം 18, 21, 25 വയസ്സായിരിക്കും. ആ സമയത്തും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ വേണ്ടിയുള്ള മനോഭാവം കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ വേണം. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കണം. ആ ടൈമിനനുസരിച്ച് നമ്മൾ പല പല ഫ്രീഡം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അവരുടെ ഏജിനനുസരിച്ച്, അവരുടെ പക്വതയ്ക്കനുസരിച്ച് നമ്മൾ അവരുടെ ഫ്രീഡം കൊടുക്കണം. എന്നാലും കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം എന്തുവാ? മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാലും അതെല്ലാത്തിനും നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും വാഴുന്നത് സാഹചര്യങ്ങളോ കുഞ്ഞുങ്ങളോ വേറെ ഒന്നും ആയിരിക്കരുത്, നമ്മൾ തന്നെ ആയിരിക്കണം വാഴുന്നത്. പ്രശ്നങ്ങൾ ഇല്ല, നമ്മൾ വാഴുവാന്ന് പറഞ്ഞാൽ അത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ദൈവത്തെ നമ്മൾ കാണാം, അല്ലേ? ദൈവത്തിന്റെ പ്ലാനിൽ ഇതൊന്നും ഉള്ളതല്ലായിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ ഭൂമിയെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചതാണ്. എന്നാലും ദൈവം എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവം സാത്താനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. സാത്താനിൽ തന്നെ കുറ്റം, അത് മനസ്സിലാക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ദൈവം ഒരു പ്ലാനും പദ്ധതി ഒരുക്കി കഴിഞ്ഞു. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളിലാണെങ്കിലും നമ്മൾ ഒരു പ്ലാനും പദ്ധതി ഒരുക്കിയിട്ട് നമ്മൾ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കണം. ക്രിസ്തു സ്നേഹിക്കുന്ന, കൊടുക്കുന്ന ഒരു മനോഭാവമായിരുന്നു. കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. സ്കൂളിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അങ്ങനെയൊക്കെ ചെയ്തോ, ഇന്ന് ഇപ്പം ഞാൻ വിളിക്കുന്നുണ്ട്, ഇന്ന് ടീച്ചറിനെ വിളിക്കുന്നുണ്ട്, ഇന്നെല്ലാവരും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചിലത് ജെന്യൂനായിട്ടുള്ളത് കാണുമായിരിക്കും. എന്നാലും പലപ്പോഴും കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതൊക്കെ നോർമലാണ്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദൈവസ്നേഹം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ക്ഷമിക്കാനുള്ള മനോഭാവം കുഞ്ഞുനാൾ തൊട്ടേ അവർക്ക് കൊടുക്കണം. അവരോട് പറഞ്ഞു മനസ്സിലാക്കണം. ഉടനെ തന്നെ ടീച്ചറിനെ വിളിക്കുക, ഉടനെ തന്നെ സ്കൂളിൽ വിളിക്കുക, പ്രിൻസിപ്പാളിനെ വിളിക്കുക, ഉടനെ തന്നെ ഒരിക്കലും നമ്മളത് ചെയ്യരുത്. മനസ്സിലായോ? എല്ലാത്തിനും ശരി, പ്രയാസമുണ്ട്, വേദന ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. ആ വിഷമം, ആ പ്രയാസം കർത്താവിലോട്ട് കൊടുക്കാനൊരു അവസരം എടുക്കുക. സ്കൂളിൽ വഴക്കുണ്ടാക്കി, ഇന്നാട് ഇത് പറഞ്ഞു, അത് പറഞ്ഞു, എന്നെ ഈ പേര് വിളിച്ചു, ആ പേര് വിളിച്ചു, പ്രയാസമാ, വിഷമമാ, അല്ലേ, സങ്കടമാ. വാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ സങ്കടം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം. ആ സങ്കടം കൊണ്ട് ദൈവസ്ഥലിൽ പോവാം. അപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ദൈവം ഒരു അവസരം കൊടുക്കുക, യഥാർത്ഥമായിട്ട് അവരുടെ സങ്കടവും പ്രയാസവും വിഷമങ്ങളും എന്ത് ചെയ്യാൻ? ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാൻ.
ആ ഒരു അനുഭവം ദൈവം നമ്മൾ കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പ്രായമാകുമ്പോഴും നമ്മുടെ വേദനയും വിഷമവും കർത്താവിലേക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഗുസ്തിക്ക് പോകും. ഈ സ്ഥാപനമായിട്ട് ഗുസ്തി, ആ സ്ഥാപനം, ഇവിടെ ഒരു പേപ്പർ കൊടുത്തേക്കാം, അവിടെ ഇത് ചെയ്തേക്കാം, ഞാൻ അത് ചെയ്തേക്കാം. പിന്നെ എല്ലാം ടെൻഷനും സ്ട്രെസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ ജീവിതം തൊട്ടേ നമ്മൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. എന്നാലും അതിനോടൊപ്പം തന്നെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണണം. അപ്പനും അമ്മയും തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ക്ഷമിക്കുന്നത് കുഞ്ഞുങ്ങളെ കാണണം. അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മനസ്സ് വേണം. മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ശ്രേഷ്ഠരായിട്ട് എണ്ണണം. കുടുംബജീവിതത്തിൽ അത് ഒക്കുമോ? പാടാ, അല്ലേ? കുടുംബജീവിതത്തിൽ അത് പാടാ. എന്നാലും അത് പറഞ്ഞേക്കുന്നത് എന്തുവാ? മറ്റുള്ളവരെ എന്ത് ചെയ്യണം? നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠരായിട്ട് എണ്ണണം. അതിനൊരു അവസരം. കുഞ്ഞുങ്ങള് നമ്മുടെ ജീവിതമാണ് യഥാർത്ഥമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അവരത് വചനത്തിലുള്ള ആ ഒരു മനോഭാവം അപ്പനും അമ്മയും ജീവിച്ച് കുഞ്ഞുങ്ങൾ കാണണം. അത് അവരുടെ ജീവിതത്തിൽ അത് ഒബ്സർവ് ചെയ്യണം. അതിനൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഈ വാക്യത്തിന് അവസാനം പറയുന്നത്, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഇതിനകത്ത് വേറെ പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഇത് മാത്രം, ആ ഭാര്യയെ, ഭർത്താവിനെ സ്നേഹിക്കുന്നതും കരുതുന്നതും ബഹുമാനിക്കുന്നതും കീഴ്പ്പെട്ടിരിക്കുന്നതും എല്ലാം കുഞ്ഞുങ്ങൾ കാണണം. പുരുഷന്മാര് ശ്രദ്ധിച്ചോണേ, പുരുഷന്മാര് ഒരു ഭവനത്തിന്റെ പുരോഹിതൻ ഉള്ള നിലയിൽ ഓരോ കാര്യത്തിന്, പ്രത്യേകിച്ച് ആത്മീയ കാര്യത്തിൽ ഉത്തരവാദിത്വം എടുക്കുന്നത് കുഞ്ഞുങ്ങൾ കാണണം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കരുത്. എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്ക് സമയമില്ല, ഇതെല്ലാം അവരുടെ ഡിപ്പാർട്ട്മെന്റാ പറയരുത്. ഒരിക്കലും പറയരുത്. ഇന്നാട് ഡിപ്പാർട്ട്മെന്റാ, ഡിസിപ്ലിൻ എല്ലാം ഒരാളുടെ ഡിപ്പാർട്ട്മെന്റാ, അങ്ങനെയൊന്നും പറയരുത്. ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മൾ ഒരുമിച്ച് അത് ചെയ്യണം. സ്തോത്രം. 2 കാര്യം പറഞ്ഞല്ലേ? ഒന്ന്, God's plan for marriage to reflect His image. രണ്ടാമത്, to raise godly children, ദൈവികമായിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി. 2 വാക്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും എൻ്റെ ടൈം ഒത്തിരി പോയി കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും കൂടുതൽ സമയമായി. 3, God's plan for marriage is to establish and build His kingdom. ദൈവരാജ്യം പണിതെടുക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അതിൻ്റെ 28 വാക്യം, ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു. അത് ഒന്നുകൂടെ വായിക്കാം. നേരത്തെ വായിച്ചു തന്നെ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം വാഴുന്ന ഒരു സ്ഥലത്താണ് ദൈവരാജ്യം. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു രാജാവ് അവിടെ വാഴുന്നുണ്ട്. കിങ്ഡം എന്നുള്ള വാക്ക് ഇതൊരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള വാക്കാണ്. ഇപ്പം പുതിയ ഭാഷയിലോട്ട് വരുമ്പോഴത്തേക്ക് രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കാണ് അർത്ഥങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പോഴ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ഐഡിയ ഇപ്പം കിടക്കുന്നതുകൊണ്ട്, ജനാധിപത്യം അല്ലേ, അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല ഇപ്പം ഡെമോക്രസി ഒക്കെ ആണോ എന്ന് നമുക്കറിയാനൊക്കത്തില്ല. ഏതൊക്കെ രീതിയിൽ അങ്ങ് നടക്കുന്നു. എന്നാലും അന്നത്തെ കാലത്ത് ഒരു കിങ്ഡം ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു കിങ് ഉണ്ട്. ആ കിങ്ങിൻ്റെ പൂർണ്ണ അധികാരത്തിലാണ് നടക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മക്കളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ദൈവരാജ്യം സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മേലുള്ള അധികാരം, ഭൂമിയുടെ മേൽ ഉള്ള വാഴാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് മേലുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സന്ദർഭത്തിന് മേലുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നു. ആരംഭത്തിൽ പറഞ്ഞ പോലെ ആർക്കും ഇത് വിട്ടുകൊടുക്കാനല്ല, ആർക്കും കംപ്ലൈന്റ് പറയാനല്ല. ക്രിസ്തീയ കുടുംബങ്ങൾ ദൈവരാജ്യത്തെ പണിതെടുക്കേണ്ടതാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ ഉത്തരവാദിത്തമെടുത്ത് ഓരോ കാര്യത്തിലും നമ്മൾ വാഴേണ്ടതാണ്.
എനിക്കറിയാം ഇത് നേച്ചറിനെ കുറിച്ചാ, ഭൂമിയെക്കുറിച്ചാ എന്ന് എനിക്കറിയാം. എന്നാലും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇതിനകത്തുണ്ട്. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, ദൈവരാജ്യം നമ്മുടെ ദേശത്ത് വരാൻ വേണ്ടിയും. ദൈവരാജ്യം എന്തിനെ കാണിക്കുന്നു? ദൈവം വാഴുന്ന സ്ഥലമാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവം വാഴുന്ന കുടുംബങ്ങളായേ പറ്റൂ. അങ്ങനെ മാത്രമേ ഈ ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നുള്ളൂ. ഇലക്ഷൻ വരുന്നു, തീർച്ചയായിട്ടും നമ്മൾ വോട്ട് ചെയ്യണം. അതെല്ലാം നല്ല കാര്യങ്ങളൊക്കെയാണ്. ഏത് ഗവൺമെൻറ് വന്നാലും അത് അടുത്ത വർഷമാണെങ്കിലും വലത്ത് വർഷമാണെങ്കിലും നടുക്കത്തെ വർഷമാണെങ്കിലും ഏത് വർഷമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, നമ്മൾ ക്രിസ്തീയ കുടുംബം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സ്വരൂപത്തെ നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മുടെ കുടുംബങ്ങൾ ആ ഒരു സ്വരൂപത്തിലായിരിക്കണം. അങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അല്ലായെങ്കിൽ വാഴുന്ന നമ്മളല്ല. അല്ലായെങ്കിൽ ഈ ഭൂമിയിൽ വാഴുന്നത് ദൈവരാജ്യമാകത്തില്ല. ദൈവമക്കള് അത് നമ്മുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. ദൈവമക്കള് നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം വാഴുന്ന ഒരു അനുഭവമായിരിക്കണം. ദൈവത്തിനായിരിക്കണം അവസരം, അല്ലെങ്കിൽ ദൈവത്തിനായിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. 3 കാര്യങ്ങൾ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ 3 കാര്യം. 1, റിഫ്ലക്റ്റ് ഹിസ് ഇമേജ്, ദൈവത്തിൻ്റെ സ്വരൂപം നമ്മൾ കാണണം. 2, ടു റേസ് ഗോഡ്ലി ചിൽഡ്രൻ, ദൈവികമായിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ വളർത്തി കൊണ്ടുപോകണം. 3, എസ്റ്റാബ്ലിഷ് ആൻഡ് ബിൽഡ് ദിസ് കിങ്ഡം, ദൈവരാജ്യം നമ്മൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭവനത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കണം. നമ്മുടെ ഭവനത്തെ കാണുമ്പോൾ, കുടുംബത്തെ കാണുമ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് പറയണം, അയ്യോ നിങ്ങളുടെ കുടുംബം ഇച്ചിരി വ്യത്യസ്തമാണല്ലോ, സാധാരണ ഉള്ളവരെ പോലെ അല്ലല്ലോ എന്ന് അവർ ക്ലിയർ ആയിട്ടത് കാണണം. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഒരു 5-8 മിനിറ്റ് മുന്നോട്ട് പോയി നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ കുടുംബങ്ങളെ ദൈവകരണം സമർപ്പിക്കാം. അതിനുവേണ്ടി ഒരു അവസരമെടുക്കാം. സ്തോത്രം. ഈ മാസം വരുന്ന ചില ആഴ്ചകൾ